ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിനാൻസിൻ്റെ തന്നെ ഒരു ക്ലാസ്സാണ്. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പം ഫിനാൻഷ്യൽ സർവീസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാഠഭാഗങ്ങളോടെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫിനാൻസ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡാഷ് ഇൻക്ലൂഡ്സ് ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സേവിങ്സ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. Dash includes all activities involved in the transformation of savings into investment. എല്ലാ സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്ന എല്ലാ ആക്ടിവിറ്റികളുടെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് പറയാം? ഫിനാൻഷ്യൽ സിസ്റ്റം എന്നാണോ, ഫിനാൻഷ്യൽ സർവീസ് എന്നാണോ, എക്കണോമിക് സിസ്റ്റം എന്നാണോ, സേവിങ് സിസ്റ്റം എന്നാണോ? ആൻസർ ഫിനാൻഷ്യൽ സർവീസ്. എന്താണ് ഫിനാൻഷ്യൽ സർവീസ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, underwriting of shares by a financial intermediary is a kind of dash activity. Underwriting of shares by a financial intermediary is a kind of dash activity. ഷെയറിൻ്റെ അണ്ടർറൈറ്റിംഗ് നടത്തുക, അത് എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള ആക്ടിവിറ്റിയാണ്? ഫീ ബേസ്ഡ് സർവീസസും ഫണ്ട് ബേസ്ഡ് സർവീസസും ഉണ്ട്. അതിലേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അണ്ടർറൈറ്റിംഗ് ഓഫ് ഷെയർ ബൈ എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി എന്ന് പറയുന്നത് ഫണ്ട് ബേസ്ഡ് സർവീസ് ആണ്. എന്താണ് ഫണ്ട് ബേസ്ഡ് സർവീസസ്? അടുത്ത ക്വസ്റ്റ്യൻ, ഡാറ്റ് സർവീസസ് ആർ മെയിൻലി പ്രൊവൈഡഡ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഡാറ്റ് സർവീസസ് ആർ മെയിൻലി പ്രൊവൈഡഡ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് സാധാരണയായിട്ട് നൽകുന്നത് ഏത് സേവനമാണ്? ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന സേവനമാണ് കസ്റ്റോഡിയൽ സർവീസസ്. ഏതാണ് കസ്റ്റോഡിയൽ സർവീസസ്? അടുത്ത ക്വസ്റ്റ്യൻ, ടേം ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡാഷ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. ടേം ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡാഷ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആണ്. ടേം ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഡാഷ് മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്ന് ചോദിച്ചാൽ എവിടത്തെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് ആണ്. ദ മിനിമം നെറ്റ്വർത്ത് ഫോർ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് മർച്ചന്റ് ബാങ്കർ ഈസ്. മർച്ചന്റ് ബാങ്കിനെ പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3. ഇനി അത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, ദ മിനിമം നെറ്റ്വർത്ത് ഫോർ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് മർച്ചന്റ് ബാങ്കർ ഈസ് റുപ്പീസ്. ആൻസർ 1 crore ആണ്. 1 crore. അടുത്ത ക്വസ്റ്റ്യൻ, എ മർച്ചന്റ് ബാങ്കർ ക്യാൻ ക്ലെയിം എ ചാർജ് ഡാഷ് പെർസെൻറ്റേജ് ആസ് ദ കമ്മീഷൻ ഫോർ ദ ഓൾ ഇഷ്യൂ. എ മർച്ചന്റ് ബാങ്കർ ക്യാൻ ക്ലെയിം എ ചാർജ് ഡാഷ് പെർസെൻറ്റേജ് ആസ് ദ കമ്മീഷൻ ഫോർ ദ ഓൾ ഇഷ്യൂ. അവർ നടത്തുന്ന ചാർജിന് അല്ലെങ്കിൽ അവർ നടത്തുന്ന ആ സർവീസിന് എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ വരെ അവർക്ക് ക്ലെയിം ചെയ്യാം? ആൻസർ 0.5% ആണ്. എത്രയാണ്? 0.5%. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഹൈലി ലിക്വിഡ് സെക്യൂരിറ്റീസ് ലൈക്ക് എ കൊമേഴ്ഷ്യൽ പേപ്പർ. ഡാഷ് ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഹൈലി ലിക്വിഡ് സെക്യൂരിറ്റീസ് ലൈക്ക് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ പോലെയുള്ള ഹൈലി ലിക്വിഡ് സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്ന ഫണ്ട് ഏതാണ്? ഇക്വിറ്റി ഫണ്ടാണോ, ബാലൻസ്ഡ് ഫണ്ടാണോ, ഇൻകം ഫണ്ടാണോ, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടാണോ? ആൻസർ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഏതാണ്? മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കമ്പനി വിച്ച് സെറ്റപ്പ് എ മ്യൂച്വൽ ഫണ്ട് ഈസ് കോൾഡ്. ദ കമ്പനി വിച്ച് സെറ്റപ്സ് എ മ്യൂച്വൽ ഫണ്ട് ഈസ് കോൾഡ്. മ്യൂച്വൽ ഫണ്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ സ്പോൺസർ. എന്താണ്? സ്പോൺസർ. സ്പോൺസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഗേറ്റ് വേ എൻ്റർ ഇൻ ടു ബിഗ് കമ്പനീസ് ഈസ്. സ്മോൾ ഇൻവെസ്റ്റേഴ്സിന് വലിയ കമ്പനികളിലേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് കരുതുന്നത് ഏതാണ്? ദ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഗേറ്റ് വേ ടു എൻ്റർ ഇൻ ടു ബിഗ് കമ്പനീസ് ഈസ്. ആൻസർ ഏതാണ്? മ്യൂച്വൽ ഫണ്ടാണ്. ഏതാണ്? മ്യൂച്വൽ ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സെല്ലിംഗ് ട്രേഡ് ഡെപ്റ്റ് ഓഫ് എ ക്ലയന്റ് ടു എ
ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ഈസ് കോൾഡ്? ദ പ്രോസസ് ഓഫ് സെല്ലിംഗ് ട്രേഡ് ഡെപ്റ്റ് ഓഫ് എ ക്ലൈന്റ് ടു എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ഈസ് കോൾഡ്. നമ്മുടെ ബുക്ക് ഡെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബുക്ക് ഡെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ വേറൊരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറിക്ക് വിൽക്കുന്ന പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത്? ഫാക്ടറിംഗ്. ഫാക്ടറിംഗ് ഈസ് എ എന്താണ്? ന്യൂ ഫിനാൻഷ്യൽ സർവീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് പ്രൊവൈഡിംഗ് ഫാക്ടറിംഗ് സർവീസസ് വാസ് ഫസ്റ്റ് തോട്ട് ഓഫ് ഇന്ത്യ ബൈ? ഇന്ത്യയിൽ ഫാക്ടറിംഗ് സർവീസസ് എന്ന ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്മിറ്റി ഏതാണ്? ആ കമ്മിറ്റിയുടെ പേരാണ് വാഗുൾ കമ്മിറ്റി. ഏതാണ്? വാഗുൾ കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാക്ടറിംഗ് സർവീസസ് എന്ന ഐഡിയ കൊണ്ടുവന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻട്രൽ തീം ഓഫ് ഫോർഫെയ്റ്റിംഗ് ഈസ് ദ പർച്ചേസിംഗ് ഓഫ് ഡാഷ് ബൈ എ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി. ഒരു ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിനാൻഷ്യൽ സർവീസാണ് ഫോർഫെയ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഇതാണ്, ദ സെൻട്രൽ തീം ഓഫ് ഫോർഫെയ്റ്റിംഗ് ഈസ് ദ പർച്ചേസിംഗ് ഓഫ് ഡാഷ് ബൈ എ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി. അതിന്റെ സെൻട്രൽ തീം, ഫോർഫെയ്റ്റിംഗിന്റെ സെൻട്രൽ തീം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എക്സ്പോർട്ട് ബില്ലാണ്. എക്സ്പോർട്ട് ബിൽ. എക്സ്പോർട്ട് ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ഫോർഫെയ്റ്റിംഗ് ഈസ് ഡൺ ബൈ ഡാഷ് ബാങ്ക്. ഇന്ത്യയിൽ ഫോർഫെയ്റ്റിംഗ് നടത്തുന്നത് ഏത് ബാങ്കാണ്? ആൻസർ എക്സിം ബാങ്ക് ആണ്. എക്സിം ബാങ്ക്. ഏതാണ്? എക്സിം ബാങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെഞ്ചർ ക്യാപിറ്റൽ ഈസ് ഒറിജിനേറ്റഡ് ഇൻ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഒരു ന്യൂ ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഹൈ റിസ്കി ഫിനാൻഷ്യൽ സർവീസ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ ഈസ് ഒറിജിനേറ്റഡ് ഇൻ. വെഞ്ചർ ക്യാപിറ്റൽ ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ആൻസർ അമേരിക്ക. എന്താണ്? അമേരിക്കയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റലിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് ആരാണ്? ആൻസർ ഡാരിയറ്റ്. ആരാണ്? ഡാരിയറ്റ്. DARIOT. ഡാരിയറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫീ ബേസ്ഡ് സർവീസ്? താഴെ പറയുന്നവയിൽ ഫീ ബേസ്ഡ് സർവീസിന്റെ കാറ്റഗറിയിൽ വരുന്നത് ഏതാണ്? ഫീ ബേസ്ഡ് സർവീസസ് ഹയർ പർച്ചേസ് ആണോ, ലീസിംഗ് ആണോ, ക്യാപിറ്റൽ ഇഷ്യൂ മാനേജ്മെന്റ് ആണോ, അണ്ടർ റൈറ്റിംഗ് ആണോ? ആൻസർ ക്യാപിറ്റൽ ഇഷ്യൂ മാനേജ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? കൊമേഴ്ഷ്യൽ പേപ്പർ ആണോ, ഷെയർ സർട്ടിഫിക്കറ്റ് ആണോ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ആണോ, ട്രഷറി ബില്ലാണോ? ആൻസർ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ബാക്കിയെല്ലാം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് മാനേജിംഗ് ദ സെയിൽസ് ലെഡ്ജർ ഓഫ് എ ക്ലൈന്റ് ബൈ എ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ഈസ് കോൾഡ്. The process of managing the sales ledger of a client by a financial service company is called. ഒരു ക്ലയന്റിന്റെ സെയിൽസ് ലെഡ്ജർ ഒരു ഫിനാൻഷ്യൽ സർവീസ് കമ്പനി മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? അതിന് പറയുന്ന പേരാണ് നമ്മൾ മുമ്പേ പഠിച്ച ഫാക്ടറിംഗ്. ഫാക്ടറിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് സ്യൂട്ടഡ് ഫണ്ട് ടു ദ ബിസിനസ് പീപ്പിൾ. ബിസിനസ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫണ്ട് ഏതാണ്? ആൻസർ ഗ്രോത്ത് ഫണ്ട്. ഗ്രോത്ത് ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഫണ്ട് ആർ വെരി പോപ്പുലർ ഇൻ. മ്യൂച്വൽ ഫണ്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടിരിക്കുന്നത് എവിടെയാണ്? USA-ലും UK-ലും ഒക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ദ കമ്പനി വിച്ച് ആക്ച്വലി ഡീൽസ് വിത്ത് കോർപ്പസ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ഈസ് കോൾഡ്. ഇൻ ഇന്ത്യ ദ കമ്പനി വിച്ച് ആക്ച്വലി ഡീൽസ് വിത്ത് ദ കോർപ്പസ് ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ഈസ് കോൾഡ്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കമ്പനികളെ വിളിക്കുന്ന പേരാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. എന്താണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അസറ്റ് മാനേജ്മെന്റ് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ഫാക്ടറിംഗ് ബിസിനസ് ഈസ്. ഫാക്ടറിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ആൻസർ SBI ആണ്. ആൻസർ SBI. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദയവ് ചെയ്ത് ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഫിനാൻസ് എന്ന ഭാഗത്തെ പറ്റി ഇതുവരെയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് PSC നൽകിയിട്ടില്ല.
അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ ഭാഗത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്ന് പരീക്ഷയ്ക്ക് മുൻപായിട്ട് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.